ഇൻഫ്രാസ്ട്രക്ചറൽ ചൈന ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ചൈനയിലെ ഷിൻജിയാങ്ങിൽ ടിയാൻഷാൻ മലനിരകളെ തുരന്ന് നിർമ്മിച്ച ടിയാൻഷാൻ ഷീങ്ലി ടണൽ ഇപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. വെറുമൊരു തുരങ്കമല്ല ഇത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ എക്സ്പ്രസ് വേ ടണൽ എന്ന റെക്കോർഡ് ഇനി ഈ പാതയ്ക്കാണ്. 22 കിലോമീറ്ററിലധികം നീളമുള്ള ഈ തുരങ്കം എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. എന്താണ് ഈ ടണലിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയായിരുന്നു ഇതിലെ വെല്ലുവിളികൾ? പരിശോധിക്കാം. ടിയാൻഷാൻ മലനിരകൾ വടക്കൻ ഷിൻജിയാങ്ങിനെയും അതുപോലെ തെക്കൻ ഷിൻജിയാങ്ങിനെയും വേർതിരിക്കുന്ന ഒരു വൻ മതിൽ പോലെയായിരുന്നു. പണ്ട് ഈ മലകൾ കടന്നു പോകുക എന്നത് ഏതൊരു ഡ്രൈവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. കൊടും മഞ്ഞുവീഴ്ചയും ഉരുൾപൊട്ടലും കാരണം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുമായിരുന്നു. ഈ പദ്ധതിയുടെ നിർമ്മാണം നേരിട്ട വെല്ലുവിളികൾ അവിശ്വസനീയമാണ് കേട്ടോ. വീതി കുറഞ്ഞതും വളഞ്ഞു പുളഞ്ഞതുമായ മലമ്പാതകളിലൂടെയുള്ള യാത്ര മണിക്കൂറുകളോളം നീളുന്നതായിരുന്നു. എന്ന് മാത്രമല്ല, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കാരണം കടുത്ത മഞ്ഞുവീഴ്ചയും ഉരുൾപൊട്ടലും പതിവായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥ മോശമാകുന്ന നിമിഷം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ജനങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് ചൈന ഈ ടണൽ പണിതീർത്തത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ ഉയരത്തിൽ -42 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലാണ് ഇതിന്റെ പണി നടന്നത്. ആയിരക്കണക്കിന് മീറ്റർ ആഴത്തിൽ 16ഓളം ഫോൾട്ട് സോൺസ് അല്ലെങ്കിൽ ഭൗമപാളികളുടെ വിള്ളലുകൾ മുറിച്ചു കടന്നാണ് ഈ ടണൽ കടന്നുപോകുന്നത്. പാറകളുടെ അസ്ഥിരതയും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഭൂചലന സാധ്യതകളും മുൻനിർത്തി അത്യാധുനിക ടണൽ ബോറിംഗ് മെഷീനുകളും തത്സമയ നിരീക്ഷണ സംവിധാനങ്ങളും നിർമ്മാണ വേളയിൽ ഉപയോഗിച്ചിരുന്നു. ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് എങ്ങനെ സാധിക്കുമെന്ന് ഈ പദ്ധതി അടിവരയിടുന്നു. ഉറുംഖിയിൽ നിന്ന് യൂലിയിലേക്കും കോർലയിലേക്കുമുള്ള യാത്ര ദുസ്സഹമായിരുന്ന ഈ കാലഘട്ടത്തിനാണ് ടിയാൻഷാൻ ഷീങ്ലി ടണലിന്റെ വരവോടെ അന്ത്യമായത്. ഉറുംഖി യൂലി എക്സ്പ്രസ് വേയുടെ ഭാഗമായ ഈ തുരങ്കം വടക്കും തെക്കും തമ്മിലുള്ള ദൂരത്തെ കേവലം മിനിറ്റുകളിലേക്ക് ചുരുക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പ്രൊജക്ട് പ്രധാനമായും 2 വേൾഡ് റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. ഒന്ന് ഏറ്റവും നീളമേറിയ ഹൈവേ ടണൽ എന്നത്, രണ്ടാമത്തേത് ഇതിനുള്ളിലെ ഡീപ്പസ്റ്റ് വെർട്ടിക്കൽ ഷാഫ്റ്റ്. വായുസഞ്ചാരത്തിനും എമർജൻസി ആവശ്യങ്ങൾക്കുമായി 700 മീറ്ററിലധികം ആഴമുള്ള 11 വലിയ പൈപ്പുകൾ അഥവാ വെർട്ടിക്കൽ ഷാഫ്റ്റുകൾ ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിൽ വായുസഞ്ചാരത്തിനും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. തൊഴിലാളികളെയും നിർമ്മാണ സാമഗ്രികളെയും തുരങ്കത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഈ ഷാഫ്റ്റുകൾ നിർണായക പങ്കുവഹിച്ചു. 5 വർഷത്തിലധികം നീണ്ടുനിന്ന കഠിന പ്രയത്നത്തിനൊടുവിലാണ് ഈ സ്വപ്ന പദ്ധതി പൂർത്തിയായത്. തുരങ്കത്തിനുള്ളിലെ സുരക്ഷാ സംവിധാനങ്ങൾ അത്യാധുനികമാണ്. ഗതാഗതം സുഗമമാക്കുന്നതിനായി 2 പ്രത്യേക ട്യൂബുകളായിട്ടാണ് തുരങ്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ ട്യൂബും ഓരോ ദിശയിലേക്കുള്ള വാഹനങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്നു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി അതിനൂതനമായ സെൻസർ ലൈറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെയുള്ളത്. പുറത്തെ വെളിച്ചത്തിനനുസരിച്ച് തുരങ്കത്തിനുള്ളിലെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ഇത് ഡ്രൈവർമാരുടെ കണ്ണുകൾക്കുണ്ടാകുന്ന ആയാസം കുറയ്ക്കാൻ സഹായിക്കും. സ്ഥിരമായ വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിലൂടെ ഓക്സിജന്റെ അളവ് കൃത്യമായി നിലനിർത്താനും വാഹനങ്ങളിൽ നിന്നുള്ള പുക പുറന്തള്ളാനും സാധിക്കും. ഓരോ നിശ്ചിത ദൂരത്തിലും ഫയർ സേഫ്റ്റി ഉപകരണങ്ങൾ, നിരീക്ഷണ ക്യാമറകൾ, അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള ബേകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രാ സമയത്തിലുണ്ടായ വൻ കുറവാണ് ഈ തുരങ്കത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. പർവ്വതനിരകൾക്ക് മുകളിലൂടെയുള്ള പാത വഴി മുൻപ് 6 മുതൽ 7 മണിക്കൂർ വരെ എടുത്തിരുന്ന യാത്ര ഇപ്പോൾ വെറും 3 മണിക്കൂറായി ചുരുങ്ങിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ടിയാൻഷാൻ ഷീങ്ലി ടണൽ വെറും ഒരു കോൺക്രീറ്റ് നിർമ്മിതിയല്ല. പ്രകൃതി ഉയർത്തിയ വൻ വെല്ലുവിളികളെ മനുഷ്യൻ തന്റെ ബുദ്ധിയും സാങ്കേതിക വിദ്യയും കൊണ്ട് കീഴടക്കിയതിന്റെ അടയാളമാണിത്. പലപ്പോഴും അതിരുകൾ മനുഷ്യരെ അകറ്റുമ്പോൾ ഇത്തരം പാതകൾ ദേശങ്ങളെയും മനസ്സുകളെയും തമ്മിൽ അടുപ്പിക്കുന്നു. ലോകമെന്ന ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ എത്രത്തോളം മുന്നിലെത്തി എന്നതിന്റെ വലിയൊരു എക്സാമ്പിൾ കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ്. ഇന്ത്യയിലും ഇതുപോലെയുള്ള വലിയ ടണൽ പ്രോജക്റ്റുകൾ, ഉദാഹരണത്തിന് അടൽ ടണൽ അല്ലെങ്കിൽ സുജില ടണൽ പോലുള്ളവ വരുന്നത് നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ എത്രത്തോളം മാറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?